സരോവരം ബയോ പാർക്ക് എന്നത് ഇന്ന് സരോവരം ബയോളജി പാർക്ക് എന്ന രീതിയിലേക്ക് മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു പാർക്കാണ് സരോവരം പാർക്ക്. കോഴിക്കോടിന്റെ തിരക്കിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറി എല്ലാവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പാർക്ക് തന്നെയാണ് സരോവരം. ഞാനൊരു സദാചാര പോലീസ് ചമയുകയോ അതല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകൾക്ക് എതിരായി സംസാരിക്കുന്ന ഒരു വ്യക്തിയോ അല്ല. കാരണം നമ്മൾ എൻട്രി ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകുന്ന ആ സമയം അത്രയും പിന്നീട് നമ്മുടെ കണ്ണുകൾ പൊത്തി മുമ്പോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് അവിടെയുള്ളത്. ഒരുപക്ഷെ ഫാമിലിയുമായി പോകുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഫീലിങ്സ് തന്നെ ആയിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക. എന്നാൽ ഈ സരോവരം പാർക്കിൽ പോയി കഴിഞ്ഞാൽ പ്രണയം ഒഴിവാക്കി പല കാമപ്പേക്കൂത്തുകളും നടത്തി ഓരോ മൂലയ്ക്കിൽ ഇതുപോലെയുള്ള ഓരോ പ്രക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നേക്കാം. പ്രായപൂർത്തിയായ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിന് പബ്ലിക് ആയിട്ടോ അതല്ലെങ്കിൽ രഹസ്യമായിട്ടോ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വന്നേക്കാൽ. എന്നാൽ എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തത് അവിടെ കണ്ട പലരിലും പല ആൾക്കാരുടെ കൂട്ടത്തിലും 18 വയസ്സ് പോലും തികയാത്ത ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു എന്നുള്ളതാണ്. ഒരു അച്ഛനും അമ്മയും മക്കളെ എല്ലാം സ്കൂളിൽ വിട്ടിട്ട് അവരെങ്ങോടെങ്കിലും ഷോപ്പിങ്ങിനോ ഹോസ്പിറ്റലിലോ ഒക്കെ പോയി മടങ്ങുമ്പോൾ ഇതുപോലെയുള്ള ഒരു പാർക്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷെ നമ്മുടെ മക്കളെ ഒരിക്കലും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണേണ്ടി വരുന്നത്. ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ എത്ര ഭീകരമായിരിക്കും. സത്യത്തിൽ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ആർക്കാണ്? നിരവധി സോഷ്യൽ മീഡിയകളിലും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ ഇതിനെതിരെ പല ആളുകളും വിത്ത് പ്രൂഫ് അടക്കം വീഡിയോകൾ ചെയ്തിട്ടും തെളിവുകൾ നിരത്തിയിട്ടും ഇതിനെതിരെ കണ്ണടച്ച് ഇരുട്ടിലാക്കുന്ന അധികാരികൾ തന്നെയാണെന്ന് ഞാൻ പറയും. കോഴിക്കോടിന്റെ അധികാരികൾക്ക് ഇപ്പോഴും കണ്ണിൽ വെളിച്ചം പരന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ നമ്മളെയെല്ലാം കണ്ണീരണിയിക്കുന്ന ഒരു മോശം വാർത്ത സരോവരത്തിൽ നിന്ന് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൺമുന്നിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കമന്റ്സിലൂടെ നിങ്ങളും നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കൂ.